പാകത്തിന് എരിവും മധുരവും പുളിയും ഒക്കെയുള്ള നല്ല ഉഗ്രം പഴംപുളിശ്ശേരിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് അഥവാ ഏത്തപ്പഴമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നന്നായി പഴുക്കുന്ന അത്രയും ഒരു പാകത്തിലുള്ള ഒരു ഏത്തപ്പഴമാണ് എടുക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണമെന്നില്ല, നമുക്ക് അളവനുസരിച്ചിട്ട് നമുക്ക് എത്രമാത്രം ചേർക്കണം എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മിഡിലൂടെ ഇതുപോലെ ആദ്യം ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 2ആയിട്ട് മുറിച്ച് കൊടുക്കുക അല്ലെങ്കിൽ 4ആയിട്ട് മുറിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ അങ്ങനെ ഒരുപാട് കറുപ്പൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് കറുപ്പുണ്ടെങ്കിൽ ആ കറുത്ത ഭാഗം റിമൂവ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിനിപ്പോൾ അധികം കറുപ്പൊന്നുമില്ല, അതുകൊണ്ട് അതും റിമൂവ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ 4ആയിട്ട് മുറിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2ആയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രം മതി തോന്നും, കാരണം കറിക്ക് ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നന്നാവില്ല. അപ്പോൾ ആ പഴത്തിൻ്റെ ഈ ഒരു 1/4 ഭാഗം മാറ്റി വെക്കുന്നുണ്ട്, ബാക്കി 3/4 ഭാഗവും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 250 ml കപ്പിൽ 3/4 കപ്പ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അടുത്ത് മുളക് പൊടി. ഒരുപാട് മുളക് പൊടി വേണ്ട, നമുക്ക് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഈ പഴമൊക്കെ നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5-6 ടീസ്പൂൺ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു 5 പച്ചമുളക്, ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 5 ചേർത്തത്. എരിവുള്ളതാണെങ്കിൽ 2-3 എണ്ണം മതി. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പഴം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ആ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് മുഴുവനായിട്ടും തന്നെ ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതേ മിക്സിയിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അരപ്പ് ഒരുപാട് തിക്കായിട്ട് ഇരിക്കരുത്, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് അത്രയും ആവശ്യമായിട്ടുള്ള ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഈ അരപ്പിൻ്റെ ഒരു പച്ച രുചി മാറുന്നവരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ഹീപ്ഡ് ആയിട്ടുള്ള അത്രയും അത്യാവശ്യം പുളിയുള്ള തൈര് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് തീരെ പുളി കുറഞ്ഞും പോരുത്, പുളി ഒരുപാട് കൂടിയും പോരുത് കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അത് അടിച്ചെടുത്ത സമയത്ത് നമ്മൾ കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പ്, 1 കപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കിയപ്പോഴത്തേക്കും നോക്ക്, ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ ഈ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം, കാരണം ഇനി നമ്മൾ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനി തിളക്കാൻ പാടില്ല. അപ്പോൾ ഇതേ ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ചൂടാവാൻ മാത്രമേ പാടുള്ളൂ, അല്ലാതെ തിളക്കരുത്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരുപാട് അധികം ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നാവില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, വേണമെങ്കിൽ അത്യാവശ്യം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുത്ത ആ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ടൈമിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നോക്ക്, ജസ്റ്റ് തിള വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടല്ലേ, ഇതാ കാണുന്നില്ലേ? സൂം ചെയ്തപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതേ ചൂടുള്ള അടുപ്പത്ത് വെക്കരുത്, ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം.
ഇനി ഇതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പിഞ്ചോളം ഉലുവ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അതിനുശേഷം ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും അത്യാവശ്യം കരിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായി സോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഉലുവ ചേർത്ത് കൊടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ഉലുവ പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കറി ഉണ്ടല്ലോ, ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ആയിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അടുത്ത ദിവസം കഴിക്കുമ്പോഴോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സദ്യക്കാണെങ്കിൽ ഇത് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം. ഒന്നുകിൽ തലേന്ന് തന്നെയോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇത് കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇതിന് നല്ല രുചിയായിട്ട് വരും. ആ പുളിയും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരും. ഇനി സദ്യക്കല്ലാതെ നമുക്കിത് തയ്യാറാക്കാം. അതായത് ഇപ്പോൾ ഈ കറിയോടൊപ്പം ഇവിടെ ഇപ്പോൾ ഒരു നല്ല സെമി ഗ്രേവി ആയിട്ടുള്ള മസാല ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സിൻ്റെ ഒരു ഡ്രൈ ഫ്രൈ ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ കോമ്പിനേഷൻ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്യാവശ്യം എരിവും മധുരവും പുളിയൊക്കെ കൂടിയുള്ള ഒരു കറിയും കൂടെ നല്ലൊരു മസാല ഗ്രേവിയും കൂടി ഉണ്ടാകുമ്പം സൂപ്പർ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.